Alhamdulillah Rabbil Alamin. Assalatu wassalamu ala rasulihil amin wa ala alihi wa ashabihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തികച്ചും കാലിക പ്രസക്തമായ ലിബറൽ സാംസ്കാരിക ഇടങ്ങളിലെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ചർച്ചാ സംഗമം ഒരുക്കിയ സംഘാടകർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മലപ്പുറത്തെ സ്ത്രീകളാണ്. മലപ്പുറത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധാനങ്ങളാണ്. വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ടൗൺ ഹാളിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്ത വിധം കസേരയില്ലാത്തവർ താഴെയും നിന്നും സ്റ്റെപ്പുകളിലിരുന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ചർച്ചാ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശരീരം മുഴുവൻ മൂടി പുതച്ചുകൊണ്ട് അടുക്കളയിൽ തളച്ചിടപ്പെട്ട് ആണധികാരത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ കണ്ണീരുപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യരായ സ്ത്രീ ജന്മങ്ങളാണെന്നാണ് ലിബറൽ സംസ്കാര കേന്ദ്രങ്ങൾ നമ്മളെ പൊതുബോധത്തിൽ നിർണയിച്ചു വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വളരെ സന്തോഷകരവും സമാധാനപരവും വളരെ സുരക്ഷിതവും മധുരമുള്ളതുമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ വസ്ത്രത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മതത്തിൽ നിന്നുമൊക്കെ വിമോചിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് വലിച്ചിഴച്ച് ലജ്ജാശീലമില്ലാതാക്കി ലിബറൽ സാംസ്കാരിക കമ്പോളത്തിലേക്ക് ചൂഷണം ചെയ്യാൻ പാകത്തിന് വിമോചിതമാക്കാൻ വേണ്ടിയിട്ട് പാടുപെടുകയാണ് ലിബറൽ കേരളം. ഇങ്ങനെ മധുരത്തെ ഉപ്പാണെന്ന് പറയുകയും ആടിനെ പട്ടിയാക്കുകയൊക്കെ ചെയ്യുന്ന പൊതുബോധ നിർമ്മിതിയുടെ അവസ്ഥയിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 235 പേജുള്ള റിപ്പോർട്ടിൻ്റെ സംഗ്രഹം അതിൻ്റെ ആദ്യ ഖണ്ഡികയിൽ തന്നെ വളരെ കാൽപ്പനികമായ വരികളിലൂടെ കുറിച്ചു വെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആകാശവിസ്മയം തീർക്കുന്ന മിന്നുന്ന താരങ്ങളും തിളങ്ങുന്ന ചന്ദ്രനുമൊന്നും യാഥാർത്ഥ്യമല്ല. ചന്ദ്രനിൽ കുണ്ടും കുഴിയുമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് the study therefore do not trust what you see. അതുകൊണ്ട് പഠനം കണ്ടെത്തിയത് ഇതാണ്: നിങ്ങൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ഈവൻ salt looks like sugar. ഉപ്പ് പോലും മധുരമാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ വെള്ളിത്തിരയിൽ നേരത്തെ പറഞ്ഞ പോലെ, റുസാന സാഹിബയൊക്കെ പറഞ്ഞ പോലെ, തിളങ്ങുന്ന താരങ്ങളുടെ ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെ ഏത് വസ്ത്രം ധരിക്കാനും ആരുമായി ഇടകലരാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള സന്തോഷമുള്ള ജീവിതങ്ങളാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. അവരാണധികാരത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ട് അങ്ങേയറ്റം ശാരീരികവും മാനസികവും ലൈംഗികവുമായ പീഡനങ്ങൾക്ക് വിധേയമായിരിക്കുന്നു എന്നുള്ളതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇവിടെ സ്വാതന്ത്ര്യം എന്നാൽ വസ്ത്രത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ പ്ലാനിംഗ് ബോർഡ് കമ്മീഷൻ അംഗമായിട്ടുള്ള ലോകം മുഴുവൻ സഫാരി നടത്തിയ സന്തോഷ് ജോർജ് കുളകര പറഞ്ഞത്, നമ്മുടെ നാടെന്താണ് ഇങ്ങനെ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വസ്ത്രം ധരിക്കാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അഥവാ അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, വസ്ത്രം ധരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന നാട്ടിലാണ് ടോയ്ലറ്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പീഡിപ്പിച്ചു എന്ന് നടി പരാതി പറയുന്നത്. അപ്പോൾ ടോയ്ലറ്റിനകത്തിന് തന്നെ നിന്ന് തന്നെ പീഡിപ്പിക്കാൻ അവസരമൊരുക്കുന്ന, സ്ത്രീപീഡനങ്ങൾക്ക് അവസരമൊരുക്കുന്ന ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വളരെ ആഘോഷപൂർവ്വം ലിബറൽ സംസ്കാരങ്ങളും കൊട്ടിഘോഷിക്കുകയുണ്ടായി. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ എന്നാൽ ആണും പെണ്ണും ഒരുപോലെ ഉപയോഗിക്കുന്നത്. തികച്ചും സ്ത്രീയുടെ സ്വകാര്യതയ്ക്ക് വിരുദ്ധവും സ്ത്രീ സുരക്ഷയ്ക്ക് വിരുദ്ധവും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ നമ്മുടെ പൊതു ഇടങ്ങളിൽ വ്യാപകമാകാൻ പോവുകയാണ്.
ഒരു ഭാഗത്ത് പറയുന്നു നടി സംവിധായകന്റെ മുറിയിലേക്ക് തനിച്ച് കയറിയാൽ അപകടമാണ്, അതുകൊണ്ട് അങ്ങനെ കയറുമ്പോൾ ഒരാളെ കൂടി കയറ്റണമെന്ന് സിനിമാ ലോകം നിയമനിർമ്മാണം നടത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് നടിക്ക് മഹറം വേണമെന്ന് പറയുകയും മറുഭാഗത്ത് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതെന്താണ് നമ്മുടെ ലിബറൽ സംസ്കാര കേരളം നമുക്ക് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ വുമൺ എന്നാണ് രണ്ടാം തരംഗ ഫെമിനിസവും ജെൻഡർ തിയറിയും നമ്മളോട് പറയുന്നത്. ഒരു പെണ്ണും പെണ്ണായിട്ട് ജനിക്കുന്നില്ല, മറിച്ച് സമൂഹം അവളെ പെണ്ണാക്കി തീർക്കുകയാണ്. ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പെണ്ണാകുന്നത് വളരെ മോശമാണെന്ന കാഴ്ചപ്പാടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് വളരുകയും ചെയ്ത അമേരിക്കൻ നാടുകളിലൊക്കെ ട്രാൻസ്ജെൻഡർ കേസിലൂടെ നിരവധി കൗമാരികളാണ് ട്രാൻസ്ജെൻഡറായി മാറിയത്. 2021 പുറത്തിറങ്ങിയ അഭിഷേക് ഷെല്ലർ അമേരിക്കൻ ജേർണലിസ്റ്റിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദ ട്രാൻസ്ജെൻഡർ ക്രേസ് സെഡ്യൂസിങ് അവർ ഡോട്ടേഴ്സ് ഇറിവേഴ്സിബിൾ ഡാമേജ്. അവർ പറയുന്നു സ്വന്തം മകളെ കുറിച്ച്, അവൾക്ക് ചെറുപ്പത്തിൽ യാതൊരു ജെൻഡർ കൺഫ്യൂഷൻ, ജെൻഡർ ഡിസ്ഫോറിയയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികളെ പോലെ മുടി വെട്ടുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് പോലും കോളേജിലെ അഡ്മിഷൻ ഫോമിൽ അവളുടെ കൂട്ടുകാരികൾക്കൊപ്പം ട്രാൻസ്ജെൻഡർ എന്ന് എഴുതി ചേർത്തുകൊണ്ട് അവൾ ഒരു വർഷത്തിനുള്ളിൽ ട്രാൻസ്ജെൻഡറായി മാറുകയാണ് ഉണ്ടായത്. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം മാതാപിതാക്കളെ നോക്കുകുത്തികളായിക്കൊണ്ട് അവരുടെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കാതെ അങ്ങനെ കുട്ടികൾ ട്രാൻസ്ജെൻഡറായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ. അൽഹംദുലില്ലാ ഇപ്പോൾ അങ്ങനെ ജെൻഡർ കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആണിന്റെ വസ്ത്രമാണ് നല്ലത്, അതാണ് മാന്യത എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ആൺകുട്ടികളെ വസ്ത്രം ധരിച്ചുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ലിബറലിസത്തിലേക്ക് പിച്ചവയ്ക്കുന്നത്. അങ്ങനെ ബാലുശ്ശേരി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഹെറ്ററോ നോർമേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ അമിത പ്രതീക്ഷയില്ലാത്ത ഒരു ലോകത്തേക്ക് കൂടുതൽ സ്വതന്ത്രമായി കുട്ടികൾക്ക് പഠിക്കാൻ അവസരമൊരുക്കുന്ന ഒരു പുതിയ കേരളത്തിൻ്റെ നിർമ്മാണത്തിലാണ് ഞങ്ങളെന്ന്. ഹെറ്ററോ നോർമേറ്റീവ് അല്ലാത്ത പുതിയ കേരളം. എന്താണ് ഹെറ്ററോ നോർമേറ്റീവ്? സ്ത്രീ പുരുഷ എതിർവർഗ ലൈംഗികതയാണ് നോർമൽ. ആണും പെണ്ണും ലൈംഗികാകർഷണത്തിൽ പെടുന്നതാണ് നോർമൽ എന്ന കാഴ്ചപ്പാടാണത്. അതല്ലാത്ത പുതിയ കേരളത്തിലെ ക്യൂർ നോർമേറ്റീവ് എന്താണ്? ക്യൂർ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്വവർഗരതിയും ശിശുരതിയും ബാലരതിയും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇൻസെസ്റ്റ് അഥവാ അഗമ്യ ഗമനം വരെ നോർമലാണെന്ന കാഴ്ചപ്പാടാണ്. കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ, ക്യൂർ നോർമേറ്റീവ് സമ്മേളനത്തിൽ ഉച്ചഭാഷണിയിലൂടെ തുറന്ന സദസ്സിൽ പ്രഭാഷകൻ ആഹ്വാനം ചെയ്തത് ഇങ്ങനെയാണ്: മാതാപിതാക്കളും മക്കളും തമ്മിൽ അങ്ങനെ ചെയ്യുന്നത്, സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ചെയ്യുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് തെറ്റില്ലെന്ന് പറയാൻ നമ്മൾ ധൈര്യം കാട്ടണമെന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. ഇങ്ങനെ സദാചാര രാഹിത്യത്തിന് പൊതുജനസമ്മതി നേടാൻ വേദിയൊരുങ്ങുമ്പോൾ മറുഭാഗത്ത് പരമ്പരാഗതമായി ഉള്ള സദാചാര ബന്ധങ്ങളുള്ള കുടുംബങ്ങളെ ഛിദ്രപ്പെടുത്താനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2003 പ്രൊഫസർ മാർഗോ ഭദ്രൻ വന്ന് ഇവിടെ സ്റ്റഡി നടത്തുന്നത്. വിദേശ ഫണ്ടുകളുടെ സഹായത്തോടെ മുസ്ലിം കുടുംബം, താരതമ്യേന ഭദ്രതയുള്ള മുസ്ലിം കുടുംബങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ റൈറ്റ്സ് അറ്റ് ഹോം എന്ന പദ്ധതി മുസ്ലിം കുടുംബങ്ങളിലെ പരസ്പര ബന്ധങ്ങളിൽ ഇസ്ലാമിക ഫെമിനിസം വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. മറ്റൊന്ന്, പ്രൊഫസർ മാർഗോ ഭദ്രന്റെ ഇസ്ലാമിക സ്ത്രീ സംവാദം എന്ന പ്രോഗ്രാം ചെയ്യുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ വ്യക്തി പരമാധികാരം എന്ന നവ ലിബറൽ ആശയം നടപ്പിലാക്കാനാണ്. നമ്മളെ കുറിച്ചുകൊണ്ട് ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2005 ആംസ്റ്റർഡാമുകാരി ദിയോ മത്തയ്യ പഠിച്ചത് മുസ്ലിം സ്ത്രീകൾക്കിടയിലെ പർദാ തരംഗം. അങ്ങനെ എല്ലാവരും മുസ്ലിം കുടുംബങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇങ്ങനെ നമ്മുടെ ഇടയിലേക്ക് ലിബറലിസത്തെ കടത്തിവിടാൻ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വീടുകളിലേക്ക് ലിബറലിസം കടന്നെത്തി കഴിഞ്ഞു. നിരന്തരം കാണുന്ന വീഡിയോകളിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു ചെല്ലുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് ചെല്ലുകയും നമ്മുടെ പ്രവൃത്തിയായി മാറുകയും ചെയ്യുന്നുണ്ട്.
നിരവധി തവണ ഓരോ വീഡിയോ കാണുകയാണ്. അതിൽ ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും മധുരമുള്ള പ്രണയം 40കൾക്ക് ശേഷമുള്ള പ്രണയമാണെന്ന്. അത് കണ്ട് ഒരു സ്ത്രീ അങ്ങനെ വിചാരിക്കുകയാണ്, ഇതുവരെ പ്രണയിക്കാതിരുന്നത് നഷ്ടമായി പോയി, സ്വന്തം ഭർത്താവിനെ പ്രണയിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അപ്പം അതുകൊണ്ട് ഇനി പ്രണയിച്ചേക്കാം. അങ്ങനെ ചീറ്റിംഗ് ആയി, ചാറ്റിംഗ് ആയി, കുടുംബ ബന്ധങ്ങൾ തകരുകയായി. നമ്മുടെ പുതുതലമുറയാവട്ടെ യോളോ അഥവാ യു ഓൺലി ലിവ് വൺസ്, ഒറ്റൊരു ജീവിതമേ ഉള്ളൂ, അതങ്ങോട്ട് ആസ്വദിച്ച് കളയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. പരമാവധി നമ്മുടെ പുതിയ മാതാപിതാക്കളുടെ ട്രെൻഡ് ഈ യോളോ ലൈഫിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും നമ്മുടെ മക്കൾ അനുഭവിക്കരുതെന്ന് കരുതി ചെറുപ്പം മുതലേ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് പരിഗണന നൽകേണ്ടതില്ലാത്ത വിധം സ്വന്തം ഇഷ്ടം സാധിച്ചു വളർന്ന ഒരു കുട്ടി മുതിരുമ്പോൾ വേറൊരു വ്യക്തിയെ അംഗീകരിക്കാൻ, അയാളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കഴിക്കാൻ തയ്യാറാവാതെ വിവാഹബന്ധം വേണ്ടെന്ന് പറയുന്ന ഒരു ലിബറൽ സംസ്കാരം വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികളാകട്ടെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ രാജകുമാരികളെ പോലെ ജീവിച്ച അവര് ഗർഭധാരണവും പ്രസവവും ശിശുപരിപാലനവും മുലയൂട്ടലും ഒക്കെ വളരെ പ്രയാസമേറിയതാണ്. അതുകൊണ്ട് കുട്ടികൾ വേണ്ടതില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് ആക്കുകയും ചെയ്തതോടുകൂടി വ്യക്തി സ്വതന്ത്രമായി. വ്യക്തി സ്വാതന്ത്ര്യമാണ് പരമമായ ലിബറലിസത്തിന്റെ ആ ഒരു അടിസ്ഥാന വാക്യം. വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, അതായത് തെറ്റും ശരിയും തീരുമാനിക്കാനുള്ള പരമാധികാരം ഓരോ വ്യക്തികൾക്കുമാണ് എന്നാണ് ലിബറലിസം പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന തോന്യാസത്തിൽ ജീവിക്കുന്ന ആ ഒരു സംസ്കാരത്തിൽ, ആ ഒരു സാമൂഹിക സംവിധാനത്തിൽ ആർക്കാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുക? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് കയ്യൂക്കുള്ളവന്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. മറിച്ച് സദാചാരബന്ധിതമായ ജീവിതം നയിക്കുന്ന, എല്ലാവരെയും പരിഗണിക്കുന്ന, തെറ്റും ശരിയും തീരുമാനിക്കാനുള്ള കഴിവ് പഠിച്ചവന് മാത്രമുള്ള ആ കഴിവിനെ പരമാധികാരമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിന് കീഴിൽ അതിരുകൾ പാലിച്ചുകൊണ്ട് അടുക്കും ചിട്ടയുമുള്ള സാമൂഹിക ക്രമത്തിൽ മാത്രമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാവുക. തീർച്ചയായും അങ്ങനെ അതിരുകൾ അലങ്കാരങ്ങളാണ്. അതിരുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി സദാചാരം സ്വാതന്ത്ര്യമാണ് ക്യാമ്പയിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. മൊറാലിറ്റി ഈസ് ഫ്രീഡം, മൊറാലിറ്റി ഈസ് ഫ്രീഡം. താങ്ക് യു മലപ്പുറം. നമ്മുടെ നാടിനെ അള്ളാഹു സമാധാനമുള്ള നാടാക്കി തീർക്കുമാറാകട്ടെ. റബ്ബിജ്അൽ ഹാദാ ബലദന ആമിനൻ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.